ഈ പ്രസവ ശുശ്രൂഷ ലഭിക്കാതെ മതപ്രഭാഷകന്റെ ഭാര്യ മരിച്ച സംഭവത്തിൽ പോലീസ് തുടർ നടപടികളിലേക്ക് കടക്കുകയാണ്. മരിച്ച ആസ്മയുടെ കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് മൊഴിയെടുക്കാൻ ആരംഭിച്ചു. ആസ്മയുടെ പോസ്റ്റ്മോർട്ടം അല്പസമയത്തിനകം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടക്കും. മതപ്രഭാഷകനായ സിറാജുദ്ദീൻ ലത്തീഫിയുടെ ഭാര്യ ആസ്മ 5ാമത്തെ പ്രസവത്തിലാണ് മരണപ്പെട്ടത്. അമിത രക്തസ്രാവം ഉണ്ടായിട്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ തയ്യാറായില്ല. ആജ്ഞ രവീന്ദ്രൻ, കൊച്ചിയിൽ. ആജ്ഞ, ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ടോ? എന്താണ് കുടുംബം ഇക്കാര്യത്തിൽ എടുക്കുന്ന തുടർ നിലപാടുകൾ? സഹിത പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അല്പം മുൻപ് ഒരു 10 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ ആസ്മയുടെ മൃതദേഹം മോർച്ചറിയിലേക്ക് കയറ്റിയിട്ടുണ്ട്. എന്തായാലും സജിത്ത് സൂചിപ്പിച്ചതുപോലെ അമിത രക്തസ്രാവത്തെ തുടർന്ന്, അതായത് പ്രസവ ശുശ്രൂഷ നൽകാതെ അമിത രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്നാണ് ആസ്മ മരിച്ചതെന്ന് തന്നെയാണ് വീട്ടുകാരുടെ ആരോപണം. ഈ മതപ്രഭാഷകനായ ഭർത്താവ് സിറാജുദ്ദീൻ വീട്ടിൽ വെച്ച് പ്രസവം നടത്തുകയായിരുന്നു. ആദ്യത്തെ 3 പ്രസവം ഹോസ്പിറ്റലിലായിരുന്നു. പിന്നീടുള്ള 2 പ്രസവങ്ങൾ, അതായത് 5 കുട്ടികളാണ് ആസ്മയ്ക്കുള്ളത്. 2 പ്രസവങ്ങളും വീട്ടിൽ വെച്ചാണ് നടത്തിയിട്ടുള്ളത്. അത് ഇത്തരത്തിൽ മതപ്രഭാഷകന്മാർ അല്ലെങ്കിൽ ഈ മതചിന്തയുടെ ഭാഗമായിട്ട് ശരീഅത്ത് ലോ അനുസരിച്ചിട്ട് ഇത്തരം മുസ്ലിം സ്ത്രീകൾ വീട്ടിൽ തന്നെ പ്രസവിക്കണമെന്നുള്ള നിർദ്ദേശം നൽകുകയും അത് അത്തരത്തിലുള്ള ആളുകളെ പ്രശംസിക്കുകയും അവർക്ക് റിവാർഡ് നൽകി ആദരിക്കുകയും ചെയ്യുന്ന ചടങ്ങുകൾ പലയിടത്തായി കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ പലയിടത്തായി നടന്നു വരുന്ന സാഹചര്യമുണ്ടെന്ന് കൂടി വ്യക്തമാകുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഇത്തരത്തിൽ ചെയ്തതെന്നുള്ള ആരോപണം കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും ഈ അക്യുപഞ്ചർ ചികിത്സാ രീതിയാണ് ആസ്മയുടെ മേൽ പ്രയോഗിച്ചത്. വീട്ടിൽ മിഡ്വൈഫിനെ ആശ്രയിച്ചാണ് പ്രസവം നടത്തിയത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ അമിത രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്നാണ് ആസ്മ മരിച്ചത്. മാത്രമല്ല, നവജാത ശിശുവിന് പോലും അതിന് വേണ്ട പ്രൊട്ടക്ഷൻ നൽകാനോ വേണ്ട ചികിത്സ നൽകാനോ ഇദ്ദേഹം തയ്യാറായില്ല എന്നുള്ള പരാതിയുമുണ്ട്. കാരണം മലപ്പുറം ചട്ടിപ്പറമ്പിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ചട്ടിപ്പറമ്പിൽ നിന്നും ഈ പെൺകുട്ടിയുടെ വീട് പെരുമ്പാവൂരാണ്. അവിടെ നിന്നും അങ്ങാടിപ്പുറത്തുനിന്ന് ഉള്ള ഒരു ആംബുലൻസിലാണ് ആസ്മയുടെ മൃതദേഹവും ഈ കുഞ്ഞുമായി സിറാജുദ്ദീൻ എത്തുന്നത്. വീടെത്തുന്നത് വരെ ഇദ്ദേഹം കുഞ്ഞിന്റെ കാര്യമോ അല്ലെങ്കിൽ ഭാര്യ മരിച്ചു എന്നുള്ള കാര്യമോ ആസ്മയുടെ വീട്ടുകാരെ അറിയിച്ചിരുന്നില്ല. ഇയാളുടെ വീട്, സിറാജുദ്ദീന്റെ വീട് ആലപ്പുഴയാണ്. അദ്ദേഹത്തിന്റെ സഹോദരി ഭർത്താവിനെ മാത്രമാണ് വിളിച്ച് ആസ്മ മരിച്ചു എന്നുള്ളൊരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പരാതിയായിട്ടുണ്ട്. മാത്രമല്ല, ഈ ശുശ്രൂഷ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ പോലും ആസ്മയെ ആശുപത്രിയിൽ എത്തിക്കുകയോ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയോ ഇദ്ദേഹം ചെയ്തില്ല എന്നുള്ളതാണ് വലിയ പരാതി. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമാണ് കൂടുതൽ തുടർ നടപടികളിലേക്ക് കടക്കാനാവുക. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നതിന് ശേഷം ആസ്മയുടെ മരണകാരണം വ്യക്തമായതിനു ശേഷമാണ് സിറാജുദ്ദീനെതിരെ നടപടി, ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുക്കുക എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടാവുകയുള്ളൂ. എന്തായാലും ഇവിടെ നിന്നും പെരുമ്പാവൂർ പോലീസാണ് ഇപ്പോൾ ഈ കേസ് നോക്കുന്നതിന് ശേഷം ചട്ടിപ്പറമ്പ് സ്റ്റേഷനിലേക്ക് കേസ് മാറ്റുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സജിത്, യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ഈ വിഷയത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുകയാണ്. ഒപ്പം യുവതിയുടെ മരണം സംബന്ധിച്ചുയരുന്ന നിരവധി ചോദ്യങ്ങളുണ്ട്. കാരണം ആധുനിക വൈദ്യശാസ്ത്രം ഇത്രയധികം പുരോഗതി കൈവരിച്ച ഒരു കാലഘട്ടത്തിലും ഇപ്പോഴും വീടുകൾക്കുള്ളിൽ വെച്ച് തന്നെ പ്രസവം നടത്തുന്നവരുണ്ടോ എന്ന ചോദ്യമാണ്. എന്ന് മാത്രമല്ല, ഇത്തരം വീടുകൾക്കുള്ളിൽ പ്രസവം നടത്തുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഘം തന്നെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു എന്നതാണ് പുറത്തുവരുന്ന വിവരം. ഇവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് കൂടി ആരോഗ്യവകുപ്പ് പോയിട്ടുണ്ട്. പലവട്ടം പല പ്രാവശ്യം പല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. സങ്കീർണമായ പ്രസവ നടപടിക്രമങ്ങളിൽ ഒരിക്കലും വീടുകൾക്കുള്ളിൽ പ്രസവമെടുക്കാൻ ശ്രമിക്കരുത്. സങ്കീർണാവസ്ഥ പലതുണ്ടാവും, രക്തസ്രാവം ഉണ്ടാവാം, പല സങ്കീർണാവസ്ഥകളുണ്ട്. അതുകൊണ്ട് നിർബന്ധമായും ആശുപത്രികളിൽ തന്നെ ചികിത്സ തേടണമെന്ന ആവശ്യമുണ്ടായിരുന്ന എന്ന നിലപാടുള്ളതാണ്. പക്ഷേ അത്തരമൊരു സാഹചര്യമുള്ളപ്പോഴും ഇത്തരം കാര്യങ്ങൾ കേരളത്തിൽ ഇപ്പോഴും ആവർത്തിക്കുന്നു എന്നതാണ് സാഹചര്യം.